നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തി യുവാവ്. അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. വെള്ളിക്കുളങ്ങര സ്വദേശികളായ യുവാവും യുവതിയും കസ്റ്റഡിയിൽ. കുന്നംകുളത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ചു. വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിലായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാമം മൂലം ശസ്ത്രക്രിയ മുടങ്ങിയത് സംബന്ധിച്ച ഡോക്ടറുടെ കുറിപ്പ് ചർച്ചയാകുമ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സാ പ്രതിസന്ധിയെന്ന് റിപ്പോർട്ട്. പല വിഭാഗങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഇലക്ട്രിക്കൽ ബസ് സർവീസ് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സാധ്യതകൾ പരിശോധിക്കാനായി KSRTC MD പ്രമോദ് ശങ്കർ പാർക്ക് സന്ദർശിച്ചു. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് നിശ്ചിത ഫീസ് നിരക്കിൽ സർവീസ് ഏർപ്പെടുത്തുമെന്ന് പരിഗണിക്കുമെന്ന് മന്ത്രി K. രാജൻ. യാത്രാ ദുരിതം പേറി വിദ്യാർത്ഥികളും പ്രദേശവാസികളും വലയുന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പിലിശ്ശേരി കോടതിപ്പടി മുല്ലപ്പള്ളിക്കുന്ന് റോഡിലെ കുഴികളും വെള്ളക്കെട്ടുമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. കാഴ്ചയുടെ വിരുന്നൊരുക്കി കോടശ്ശേരി മുട്ടത്തുകുളങ്ങര വെള്ളച്ചാട്ടം. പ്രകൃതിയുടെ മനോഹര കാഴ്ച ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. PG ഡാമിന്റെ 4 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. 2 ഇഞ്ച് വീതമാണ് കൂടുതൽ ഉയർത്തിയത്. ഗുരുവായൂർ തൊഴിയൂരിൽ മാരക മയക്കുമരുന്നായ 40 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. തൊഴിയൂർ പൊട്ടത്തയിൽ മുബഷിറിനെയാണ് ചാവക്കാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. മലപ്പുറം കരുവാക്കുണ്ടിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2.5 വയസ്സുകാരൻ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പുളിക്കാത്തൊടിയിൽ മുജീബ് മുസ്ലിയാരുടെയും മകൻ 2.5 വയസ്സുള്ള നഫ്ലനാണ് മരിച്ചത്. ചെപ്പാറ റോക്ക് ഗാർഡന് സമീപം 1 കോടി മുടക്കി വനഭൂമി കയ്യേറി നിർമ്മിച്ച് ടേക്ക് എ ബ്രേക്ക് കെട്ടിടം സംരക്ഷിക്കാൻ നിയമവിരുദ്ധമായ കൂട്ടസ്ഥലം മാറ്റമെന്ന് ആരോപണം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്താണ് കെട്ടിടം നിർമ്മിച്ചത്. കൊടകരയിൽ കഴിഞ്ഞ ദിവസം കെട്ടിടം ഇടിഞ്ഞു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ച സ്ഥലം ബെന്നി ബെഹനാൻ MP സന്ദർശിച്ചു. കോൺഗ്രസ് പ്രാദേശിക നേതാക്കളായ MK ഷൈൻ, VM ആൻഡ്രു, വിനയൻ തോട്ടാപ്പള്ളി തുടങ്ങിയവർ MPയോടൊപ്പം ഉണ്ടായിരുന്നു. അപകടാവസ്ഥയിലായ കാറളം ചെമണ്ട ഉന്നതിയിലെ പൊതുകിണർ മൂടണമെന്ന ആവശ്യം ഉന്നയിച്ച് BJP സ്ഥലത്ത് ധർണ നടത്തി. സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KK കൃപേഷ് ഉദ്ഘാടനം ചെയ്തു. CITU നേതൃത്വത്തിലുള്ള ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് യൂണിയൻ ചാവക്കാട് ഏരിയ കൺവെൻഷൻ ഗുരുവായൂരിൽ നടന്നു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ പാവറട്ടിയിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. CPI സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേപീടികയെ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടകൻ പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉപഹാരം സമ്മാനിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് നടപ്പാക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ തൈനടിയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് 13-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പാടൂർ വാണിവിലാസം UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സൗഹൃദ സംഗമം നടന്നു. പ്രധാനാധ്യാപികയായിരുന്ന KR പോൾ സംഗമം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും നടന്നു. മുനക്കക്കടവ് CPO KN നിതിൻ ബോധവൽക്കരണ സെമിനാറിന് നേതൃത്വം നൽകി. പാവറട്ടി പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വഞ്ചിയും വലയും നൽകി. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കർഷക സംഘം എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ സമ്മേളനം മങ്ങാട് വോൾഗ ഓഡിറ്റോറിയത്തിൽ നടന്നു. കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ് നടത്തി. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു.
ആളൂർ പഞ്ചായത്തിൽ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ നൈസൻ തുടങ്ങിയവർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. വേലൂർ ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ കൊടിമര പുനരുദ്ധാരണ യജ്ഞം ആരംഭിച്ചു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജ നടന്നു. കൊരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. പെരുമ്പിലാവ് പാതക്കര കിഴക്കേപ്പാട്ട് വീട്ടിൽ 62 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. സൗരോർജ്ജ രംഗത്ത് അത്ഭുതപൂർവമായ വളർച്ചയാണ് കേരളം കൈവരിച്ചതെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ തെരുവ് വിളക്ക് പ്രഖ്യാപന ചടങ്ങിന്റെ ഉദ്ഘാടനം പാറളം ഗ്രാമപഞ്ചായത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനികവൽക്കരിച്ച് തൃശൂർ കൈരളി സ്ട്രീറ്റ് തിയേറ്റർ ഉദ്ഘാടനത്തിനായി ഒരുങ്ങി. ജൂലൈ 1 രാവിലെ 11 മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് വിഷ്ണു ക്ഷേത്രം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രതിഷേധം നടത്തി. അവഗണന തുടരുന്ന പശ്ചാത്തലത്തിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡിൽ നിൽപ്പ് സമരം നടത്തി. കൊടുങ്ങല്ലൂർ സേവാഞ്ജലി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുൻ DGP ജേക്കബ് തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മുല്ലത്തറ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സംസ്ഥാന മധ്യമേഖലാ വാഹന പ്രചരണ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. സംസ്ഥാന സെക്രട്ടറി CK ഹരികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുഴൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണവും അനുമോദന സമ്മേളനവും ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് PA ശിവൻ അധ്യക്ഷനായി. അഖിലേന്ത്യാ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി രൂപപ്പെടുത്തിയ ബദൽ ജനകീയ വിദ്യാഭ്യാസ കരട് നയത്തിനെ ആധാരമാക്കിയതിനുള്ള ദ്വിദിന വിദ്യാഭ്യാസ ശില്പശാല തൃശൂർ നെല്ലിക്കുന്നിൽ നടന്നു. ഡോക്ടർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മകളിൽ എന്നും ലോഹിതദാസ് എന്ന പേരിൽ സാഹിത്യ അക്കാദമിയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാധരൻ മാസ്റ്റർ, നന്ദകിഷോർ, സുനിൽ സുഗത, സുനിൽ തെന്നൽ, അരവിന്ദൻ നെല്ലുവായ്, സജീഷ് കുട്ടനെല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.